ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രോഹിത്ത് രേവതിക്കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യങ്ങൾ തിരിച്ചറിയാണ്. അലീന തൻ്റെ സ്വന്തം ചോരയാണ്, തൻ്റെ സ്വന്തം സഹോദരിയാണ്, തൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവളാണ് എന്നുള്ള കാര്യം രോഹിത്ത് രേവതിക്കുട്ടിയുടെ വായിൽ നിന്ന് അറിയുന്ന ഒരു നിമിഷത്തെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ രോഹിത്തും രേവതിക്കുട്ടിയും നല്ല കൂട്ടായിട്ടോ. കൂട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല പ്രണയിതാക്കളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പരസ്പരമുള്ള ഫോൺ കോളിലൂടെയും ചാറ്റിങ്ങിലൂടെയൊക്കെ തന്നെ രേവതിക്കുട്ടിയും രോഹിത്തും പരസ്പരം ഒരുപാട് അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രോഹിത്തിന് രേവതിക്കുട്ടിനെ കാണാതിരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം എറണാകുളത്തേക്ക് ഒരു ആവശ്യത്തിന് രോഹിത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും ഒന്ന് കണ്ടു കളയാം. അവർ തമ്മിൽ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി കഴിഞ്ഞിരുന്നു കേട്ടോ. ഒരുപാട് വിളിക്കും, സംസാരിക്കും, ചാറ്റ് ചെയ്യും, വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിലുപരി നേരിട്ട് കണ്ടിരുന്നത് അലീനയുടെ കൂടെ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, ഒന്നിച്ചൊന്ന് കാണണം, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് രോഹിത്ത് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് രോഹിത്ത് രേവതിക്കുട്ടിയോട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് എറണാകുളത്തേക്ക് വരുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നേരിട്ടൊന്ന് കാണണം, കുറച്ച് നേരം സംസാരിക്കണം, അതിനുശേഷം നീ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ തന്നെ രേവതിക്കുട്ടിയോട് രോഹിത്ത് എല്ലാം പറഞ്ഞിരുന്നു. രേവതിക്കുട്ടിയാണെന്ന് വെച്ചാൽ കോളേജിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് കുറച്ച് സമയം രോഹിത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് രേവതിക്കുട്ടി വിചാരിക്കുന്നുണ്ട് കേട്ടോ. മാമച്ചൻ അങ്കിളിനോടോ ഗ്രേസം ആൻറ്റീനോടോ ഒന്നും രോഹിത്ത് വരുന്ന കാര്യം, രോഹിത്തിനെ കാണാൻ പോകുന്ന കാര്യമൊന്നും രേവതിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു പേടി രേവതിക്കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കൊക്കെ നമ്മുടെ അലീന നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. നെടുമ്പുരക്കൽ വീട്ടിലല്ല, സ്റ്റാൻലിയുടെ വീട്ടിലായിരിക്കും കേട്ടോ അലീന ഉണ്ടാവുക. അതൊക്കെ രോഹിത്തിനെയും ആ കുടുംബക്കാരെയും രേവതിക്കുട്ടീനെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ വിഷമമൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ടും അലീന ചേച്ചീനെ കുറിച്ച് പറയാനും തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാനൊക്കെ കൂടിയിട്ടാണ് രോഹിത്ത് രേവതിക്കുട്ടീനെ കാണണം എന്ന് പറഞ്ഞതൊക്കെ കേട്ടോ. രേവതിക്കുട്ടി അവരൊരു ആശ്വാസമാണ്. രേവതിക്കുട്ടിയോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവന് ഒരുപാട് റിലീഫ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതിക്കുട്ടീനെ വിളിച്ചു വരുത്തുന്നത് കേട്ടോ. അങ്ങനെ അവരൊരുമിച്ച് കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ കുറേ കുശലം അന്വേഷിക്കുന്നുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നേരിട്ട് അന്ന് കണ്ടതിനേക്കാളും സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും സുന്ദരി തന്നെയല്ലേ, അന്ന് കണ്ടപ്പോഴും സുന്ദരിയായിരുന്നു, ഇപ്പോൾ രോഹിത്തേട്ടനെ എന്നോട് കുറച്ചുകൂടി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതീവ സുന്ദരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവും എന്നൊക്കെ അവളും തമാശയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരങ്ങനെ പറഞ്ഞ് ഒരു ഭാഗത്ത് കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ട് അവരൊരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് രോഹിത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ നീ ഒരു ഓഫണാന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തീരെ സമ്മതിക്കില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും അച്ഛൻ സമ്മതിക്കും, അച്ഛൻ്റെ സമ്മതം മാത്രം മതി എനിക്ക്. പിന്നെ അലീന ചേച്ചിയുടെ അനിയത്തിയാണ് നീ കൂടി അറിയുമ്പോൾ അച്ഛന് കൂടുതൽ, അലീന ചേച്ചിയുടെ അനിയത്തി കൂടിയാണല്ലോ നീ, അപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാവും, അച്ഛൻ എന്തായാലും സമ്മതിക്കും എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും ബാലചന്ദ്രൻ സാർ സമ്മതിക്കും, നിങ്ങളുടെ അമ്മ മാത്രമേ സമ്മതിക്കാത്തുള്ളൂ, അമ്മയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ആരെ അമ്മയ്ക്ക് മനസ്സിലാവില്ല, കണ്ണിൻ്റെ മുന്നിൽ വളർന്ന സ്വന്തം മകളെ പോലും നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞു, കണ്ണിൻ്റെ മുന്നിൽ വളർന്ന മകളോ, എന്തൊക്കെ രേവതിക്കുട്ടി നീ പറയുന്നത്, അതൊന്നുമില്ല, അല്ല നിങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ നിങ്ങളുടെ അമ്മയ്ക്ക്, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളൊക്കെ തെറ്റായ വഴി കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടും അലീന ചേച്ചി വേണ്ടി വന്നില്ലേ നിങ്ങളെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ, അപ്പോഴും അമ്മ നോക്കിയിരുന്നത് അമ്മയുടെ കാര്യങ്ങൾ മാത്രം, അവരുടെ കാര്യങ്ങൾ നടക്കണം, അവർ പറയുന്നത് എല്ലാവരും കേൾക്കണം, എല്ലാവരും അവരുടെ രീതികൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെയല്ലേ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ എടുത്തു പഠിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും അല്ല നിങ്ങളുടെ അമ്മ സാധിച്ചു തന്നിരുന്നത്, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത്തിന് എവിടെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിക്കുകയാണെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് കുറച്ചും കൂടി അടുത്തിരുന്നിട്ട് രേവതിക്കുട്ടിയുടെ കൈകൾ നേരെ പിടിച്ചിട്ട് പറയുകയാണ്, നീ എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയണം രേവതിക്കുട്ടി, നീ അതല്ല ഉദ്ദേശിച്ചത്, നീ വേറെ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്, നീ എന്താ പറഞ്ഞത്, ഞങ്ങളെ അമ്മ മനസ്സിലാക്കിയിട്ടില്ല, അത് പോട്ടെ, അതല്ലല്ലോ നീ ഉദ്ദേശിച്ചത്, നീ മക്കളെ എന്നല്ലല്ലോ മകളെ എന്നല്ലേ പറഞ്ഞത്, നീ എന്തൊക്കെയോ എന്നോട് മറച്ചു വയ്ക്കുന്നുണ്ട്,
ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയണേ എന്ത് സത്യം, ഞാനെന്താ രോഹിയേട്ടനോട് മറച്ചു വെക്കുന്നത്, എനിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് നീങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് വീണ്ടും അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ പറയണം. നിങ്ങൾ രണ്ടുപേരും ഓർഫനേജിൽ ഒരുമിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നത്? അലീന ചേച്ചിയായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക, രണ്ടാമത് വന്നത് നീയാണ്. അലീന ചേച്ചിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിനക്കറിയാം, നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലീന ചേച്ചിക്ക് അറിയാം. നിങ്ങൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. അലീന ചേച്ചി ഇപ്പം നിൽക്കുന്നത് ആരുടെ വീട്ടിലാ, ആരുടെ കൂടെയാ, അത് നിനക്കറിയോ? അപ്പോൾ എടുത്ത വഴിക്ക് ദേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് ചേച്ചിയുടെ അച്ഛനല്ലേ, അച്ഛൻ്റെ കൂടെയല്ലേ ചേച്ചി നിൽക്കുന്നത്. അയാള് ചേച്ചിയുടെ അച്ഛനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചേച്ചി എന്നെ പറഞ്ഞത്. ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുണ്ട്. ചേച്ചിയുടെ അച്ഛനെ കാണാൻ തോന്നിയപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയി. ചേച്ചിയുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ കടപ്പാട്ടൂരിക്ക് വന്നത്. എന്ത് എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ല രോഹിയേട്ടാ. അല്ല, എന്തൊക്കെയോ നിങ്ങൾ മറച്ചു വെക്കേണ്ടതെന്ന് എനിക്ക് എന്നോ മനസ്സിലായതാണ്. പിന്നെ അലീന ചേച്ചിയുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ എനിക്കും കത്തി തുടങ്ങിയതാണ്. പക്ഷെ ഉറപ്പിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ വായിൽ നിന്ന് എനിക്കറിയണം. അലീന ചേച്ചി ഞങ്ങളുടെ ആരാ, ശരിക്കും ഞങ്ങളുടെ ആരാ? അച്ഛൻ്റെ മകളല്ല, പക്ഷെ അലീന ചേച്ചി ഞങ്ങളുടെ ചോരയാണ്. അപ്പോൾ അമ്മയുടെ മകളാണോ? അപ്പോൾ രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. രേവതി ചോദിച്ചതിന് ഉത്തരം പറയേ. ഞാനൊന്നും ആരോടും പറയില്ല. എനിക്ക് അലീന ചേച്ചി ആരാന്നും എന്താന്നും അറിയണം. ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. ഞാനത് ആരോടും പറയുക ആരോട് ചോദിക്കാനോ ഒന്നും പോവില്ല. നീ പറഞ്ഞു എന്ന് പോലും ഞാൻ ആരോടും പറയില്ല. പ്ലീസ്, നീ എങ്കിലും എന്നോട് സത്യം പറയണം. അലീന ചേച്ചി പറയാന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം പോരല്ലോ ഞങ്ങൾക്ക്. അലീന ചേച്ചി എന്തിനങ്ങോട്ട് വന്നു, എന്തുകൊണ്ട് അങ്ങോട്ട് വന്നു, ഇപ്പം എന്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോവാൻ തീരുമാനിച്ചു, പോയി, അതൊക്കെ ഞങ്ങൾക്ക് അറിയണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ആരോടും പറയില്ല. എനിക്ക് അലീന ചേച്ചി ഇനിയിപ്പോൾ ആരായാലും എന്തായാലും ആരുടെ മകളായാലും എനിക്കതൊരു പ്രശ്നമല്ല. അലീന ചേച്ചി എന്നും ഞങ്ങളുടെ സഹോദരിയായിരിക്കും, എൻ്റെ ചേച്ചിയായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷേ അലീന ചേച്ചി ചതിച്ച, ഓഫനേജിലാക്കിയ, അനാഥയാക്കിയത് ആരാന്ന് ഞങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് ചോദിക്കുക. നീ പറയില്ലേ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടിക്ക് വേറെ വഴിയില്ല. രോഹിത് ഇത്രയൊക്കെ കാല് പിടിക്കുന്ന പോലെ ചോദിച്ചാൽ പറയാണ്ടിരിക്കാൻ രേവതിക്കുട്ടിക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ ആരോടും പറയില്ല എന്നുള്ള വാക്കൊന്നും രേവതിക്കുട്ടി ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനി രേവതിക്ക് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, രോഹിതേട്ടൻ്റെ സംശയങ്ങളൊക്കെ ഏകദേശം സത്യമാണ്. അലീന ചേച്ചി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ജനിക്കേണ്ട ആളായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ മകളാണ്, വൈജു മേഡത്തിൻ്റെ മകളാണ് അലീന ചേച്ചി. മേഡത്തിന് കല്യാണത്തിന് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ ജനിച്ച മകളാണ്. അന്ന് മേഡത്തിനോട് അവരെല്ലാവരും പറഞ്ഞത് ആ കുട്ടി മരിച്ചു പോയി എന്നാണ്. അതിനുശേഷം മേഡത്തിൻ്റെ അമ്മ അവനും അച്ഛനും കൂടി കഴക്കൂട്ടത്തുള്ള ഓഫനേജിൽ അലീന ചേച്ചി കൊണ്ടുവന്നാക്കിയത്. പിന്നീട് ആ ഓഫനേജ് പൂട്ടാനുള്ള സമയമായപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് അത് നോക്കി നടത്താൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്താണ് നിങ്ങളുടെ അമ്മച്ചനെ വിളിച്ചു വരുത്തുന്നതും അലീന ചേച്ചിക്ക് ജീവിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് മനുവേട്ടനും രോഹിയേട്ടൻ്റെ അച്ഛനും വന്നിട്ട് അലീന ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വന്നത്. അലീന ചേച്ചി ആ വീട്ടിലേക്ക് വരാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അലീന ചേച്ചിയുടെ അമ്മേനെയും സഹോദരങ്ങളെയും കാണണം, അവരുടെ കൂടെ കുറച്ചു നാൾ കഴിയണം, അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അലീന ചേച്ചി വന്നത്. നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് പ്രതീക്ഷയോടെ അലീന ചേച്ചി ആ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ അവിടുന്ന് അലീന ചേച്ചിക്ക് എന്താ കിട്ടിയത്? നിങ്ങളുടെയൊക്കെ കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, ഉപദ്രവങ്ങൾ, എന്തൊക്കെ എൻ്റെ അലീന ചേച്ചി അനുഭവിച്ചു. ആ വീട്ടിൽ ഒരു തണലായിട്ട് കൃഷ്ണമോളും ബാലചന്ദ്രൻ സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മനുവേട്ടനും. എന്നാലും നീറി സ്വന്തം അമ്മയുടെ നിന്ന് എന്തൊക്കെ അലീന ചേച്ചി അനുഭവിക്കേണ്ടി വന്നു. ആ പറയുന്നതൊക്കെ സ്വന്തം മകളെയാണ് എന്നൊരു നിമിഷം പോലും വൈജു മേഡം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, അറിഞ്ഞിട്ടില്ല. സ്വന്തം മകൾ കൺമുന്നിൽ വളർന്നു വന്നിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം തെറ്റുകളും സ്വന്തം കുറ്റങ്ങളും മറച്ചു വെച്ചിട്ട് എവിടെയോ പിഴച്ചു പറ്റതാണ്, ഏതോ ഒരു വൃത്തിയുടെ സ്ത്രീക്ക് പിഴച്ചു ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അലീന ചേച്ചീനെ എത്ര വട്ടം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓരോ വാക്കുകളും കൊണ്ട് നോവിച്ചിട്ടുണ്ട്. എത്ര വട്ടം എന്നെ വിളിച്ച് അലീന ചേച്ചി കരഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇറങ്ങിപ്പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ രോഹിയേട്ടന്?
ഒരിക്കലും നിങ്ങളൊന്നും ഇത് മനസ്സിലാക്കരുത്. ആ വീട്ടിൽ ആരും ഇതൊന്നും അറിയാതെ തിരിച്ചു പോകണമെന്നായിരുന്നു അലീന ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ബാലചന്ദ്രൻ സാർ അത് മനസ്സിലാക്കി. അതിനുശേഷമാണ് നിങ്ങളുടെ അച്ഛന് അറ്റാക്ക് വന്നതും അമ്മയോട് ഇഷ്ടക്കേട് തുടങ്ങിയതും മേഡത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും ഒക്കെ അതിന് ശേഷമായിരുന്നു. എന്നിട്ടും ബാലചന്ദ്രൻ സാർ അലീന ചേച്ചീനെ വെറുത്തില്ല. ഒരച്ഛനെ പോലെ സംരക്ഷിച്ചു, ഒരച്ഛനെ പോലെ സ്നേഹിച്ചു. അലീന ചേച്ചി ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അദ്ദേഹത്തിനെയാണ്. ആ ഒരു സ്നേഹം ഇന്നും ബാലചന്ദ്രൻ സാറിന് അലീന ചേച്ചിയോടുണ്ട്, അലീന ചേച്ചിക്ക് അങ്ങോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി വിങ്ങി കരയാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത്ത് ആളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് രോഹിത്തും കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ രേവതിക്കുട്ടി പറയുന്നുണ്ട്, കരയേണ്ട രോഹിയേട്ടാ, ഇപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തതിനൊക്കെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തുല്ലോ. നിങ്ങളിപ്പോ ആ കുറച്ച് ദിവസങ്ങളാച്ചാലും കുറച്ച് മാസങ്ങളാണെങ്കിലും അലീന ചേച്ചിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ നിങ്ങൾ കൊടുത്തല്ലോ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾ 3 പേരും അലീന ചേച്ചിനെ സ്നേഹിച്ചില്ലേ? അതൊക്കെ തന്നെ ധാരാളമാണ്. അലീന ചേച്ചി അത്ര ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരുപാട് വർഷം നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും ആ പാവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം നിങ്ങളുടെ ചേച്ചിയായിട്ട് നിങ്ങളിൽ ഒരാളായിട്ട് ആ വീട്ടിൽ ജീവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അലീന ചേച്ചി സാധിച്ചെടുത്തിട്ട് ആണ് ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിപ്പോയത്. ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അതല്ല രേവതി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സ്വന്തം സഹോദരിയാണെന്ന് മനസ്സിലാക്കാതെ, ആ ചേച്ചീനെ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെ ചെയ്തു. അമ്മയുടെ കൂട്ടുകൂടി, ഹരിയുടെ കൂട്ടുകൂടി ഉപദ്രവിച്ചില്ലേ. ഒന്നും എനിക്ക് ഓർക്കാൻ തോന്നുന്നില്ല. സ്വന്തം ചേച്ചിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല രേവതി, ഇത് പറയണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് കരയാൻ തുടങ്ങുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതാ ഞാൻ പറയാൻ മടിച്ചത്. പക്ഷെ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ എല്ലാം പറയാണ്. എന്താ ചെയ്യാ, രോഹിത്തേട്ടൻ മനസ്സിൽ വെച്ചാൽ മതി. ആരും അറിയരുത്. ബബിതയോടൊന്നും പറയല്ലേ. ഞാൻ ആരോടും പറയില്ല. അമ്മയോടൊന്നും ചോദിക്കാൻ പോകരുത്. ഇല്ല, ഞാൻ ആരോടൊന്നും പറയില്ല, ആരോടൊന്നും ചോദിക്കില്ല. പോരെ, മതി. ഇനി അതോർത്ത് വിഷമിക്കണ്ട. അലീന ചേച്ചി വിളിക്കുമ്പോഴും ഇതൊന്നും പറയരുത് കേട്ടോ. ഞാനാ പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അലീന ചേച്ചി എന്നെ തീർക്കും. ഞാൻ കാരണം ബാലചന്ദ്രൻ സാറിനെ അറിഞ്ഞത്, ഇനി രോഹിയേട്ടനും ഞാൻ കാരണം അറിഞ്ഞെന്ന് പറഞ്ഞാൽ അത് വേണ്ട. വിഷമിക്കണ്ട. സ്വന്തം ചേച്ചിയാന്ന് വിചാരിച്ച് സ്നേഹിച്ചതല്ലേ, സ്വന്തം ചേച്ചി തന്നെയാണ്. പക്ഷെ അതൊക്കെ ചേച്ചിയുടെ അമ്മ കൂടി മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കുറേ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ അത് നടന്നില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ വന്ന കാര്യത്തിലേക്ക് അടക്കാം. ഇപ്പം എന്താ, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരുടെ തന്നെ സംസാരങ്ങളിലേക്ക് മുഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിന്റെ മനസ്സ് നിറയെ അലീനയായിരിക്കും കേട്ടോ. അലീനോട് ചെയ്ത ആ ദ്രോഹങ്ങളൊക്കെ ആലോചിക്കുക. സ്വന്തം അമ്മയായിട്ട് അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കാതെ, അതൊക്കെ അലീന ചേച്ചീനെ അപ്പോൾ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ ഇല്ലാത്തത് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കി, എങ്ങനെയൊക്കെ അടിച്ചിറക്കി, അതൊക്കെ ഓർത്ത് രോഹിത്തിന്റെ മനസ്സ് മുഴുവൻ അന്ന് രേവതിക്കുട്ടീനെ കണ്ടു പിരിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയിട്ടും രോഹിത്തിന്റെ മനസ്സ് മുഴുവൻ അലീനയായിരുന്നു കേട്ടോ. അങ്ങനെ അലീനയെ വിളിച്ച് രോഹിത്ത് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ചേച്ചീനെ കാണാൻ തോന്നുന്നു, വിഷമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും തനിക്ക് വിഷമമുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ഒരുപാട് അലീനയെ വിളിച്ച് കരയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സാണ്. ഇവരുടെ പ്രണയ മുഹൂർത്തങ്ങളും അതിൻ്റെ ഇടയിൽ അലീന തൻ്റെ ചേച്ചിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷവും, ഒരുപാട് നല്ല നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്